ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമോഷണൽ സീനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര വാവ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനത്തെ സീനുകൾ കിട്ടിയിട്ടില്ല. ആ. ആക്ച്വലി സ്പീക്കിംഗ്, നമുക്ക് സന്തോഷം തോന്നുന്ന സീനുകൾ ഷോട്ടുകൾ കിട്ടാറുണ്ട്. ആ. സന്തോഷം തോന്നുന്നത് കിട്ടാറുണ്ട് ഡെഫിനറ്റ്ലി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സന്തോഷം. ആ. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വല എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. ഉം. വിനീതിനോടായിരുന്നു എൻ്റെ കോമ്പിനേഷൻ. അപ്പം നമുക്കത് വളരെ സ്പെഷ്യലാണ്. യാ യാ യാ. അപ്പം അതിൽ ഒരു എനിക്ക് വിനീത് തന്നെ അപ്പോൾ ഇംപ്രോവൈസ് ചെയ്തൊരു ഡയലോഗ് ചന്തുവും വിനീതും കൂടെ വന്നപ്പോൾ വിനീത് പറഞ്ഞ് ഇങ്ങനെയും കൂടെ അത് എൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് പറഞ്ഞു. അപ്പോൾ ചന്തു പറഞ്ഞു അത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അപ്പം വന്ന ഡയലോഗാണ്. അപ്പോൾ എനിക്ക് അപ്പം വന്ന ഡയലോഗ് ഒന്ന് കോൺഷ്യസ് ആവും ഞാൻ. പിന്നെ ഒന്ന് വിനീത് നിൽക്കുമ്പം എവിടെയോ വീണ്ടും ഞാൻ ഒന്ന് കോൺഷ്യസ് ആയി. ആയി സ്റ്റിൽ. അപ്പം ഞാനതിങ്ങനെ അപ്പം എൻ്റെ സെഷനിൽ അവരെ എടുത്തുകൊണ്ടിരിക്കണേ, അപ്പോഴൊന്നും അത് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അങ്ങനെ റിഹേഴ്സ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ എന്താ പറയുന്നത് അതങ്ങ് പഠിച്ചങ്ങ് പറഞ്ഞാൽ ഡയറക്ടർ പോകുന്നത്രയും റീടേക്ക് ആണെങ്കിൽ റീടേക്ക് പോകാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇത് ഞാനിങ്ങനെ പതിവില്ലാതെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗ്, എനിക്ക് ഡയലോഗ് കിട്ടുന്നില്ല. 2 വരിയേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെ ചില വേർഡിലൊക്കെ കിട്ടുന്നില്ല. എന്നാൽ അതിലും ടഫുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്തോ എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അസോസിയേറ്റിനോട് പറഞ്ഞു ഒന്ന് പറഞ്ഞു തരണേ, ചിലപ്പം എനിക്കത് കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ ടേക്ക് വിളിക്കാൻ, അപ്പോൾ എൻ്റെ ഷോർട്ടായി. അപ്പോൾ ടേക്ക് വിളിക്കാൻ ഞാൻ പറഞ്ഞു അത് പറയണ്ട. ഒരെണ്ണം പറഞ്ഞു, അത് എനിക്കും തോന്നി അത് ശരിയായിട്ടില്ല. അപ്പോൾ എന്തോ ക്യാമറ മാസ്കായി. അപ്പോൾ 1 മോർ. വീണ്ടും പറഞ്ഞു എന്തോ ഫോക്കസ് എന്തോ സോഫ്റ്റായി. 1 മോർ. അതിൽ ഞാൻ പറഞ്ഞു അത് എനിക്കും ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു അത് എന്തോ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ക്യാമറ എല്ലാം കറക്റ്റായിരിക്കും, അത് ഓക്കെ ആയിരുന്നു. കഴിയുമ്പോൾ വിനീത് ഒന്ന് പറഞ്ഞു എടാ ആ പറഞ്ഞ രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷം തോന്നും. ഇപ്പോൾ വിനീതേട്ടനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാത്തിനേക്കാളും കൂടുതൽ സൗഹൃദം തന്നെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക. ബട്ട് എല്ലാ സമയത്തും അജിച്ചേട്ടൻ സംസാരിക്കുമ്പോഴും ഭയങ്കര ഒരു റെസ്പെക്റ്റ്, ഒരു മെൻറ്ററാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ലൈഫിലേക്ക് എനിക്കൊരു എന്താ പറയുക, ഒരു കൈ തന്ന മനുഷ്യനാണ് എന്നുള്ളത് എല്ലാ സമയത്തും പറയാതെ ഇങ്ങനെ പറയാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സൗഹൃദം? നമുക്ക് വിനീതേട്ടനെ ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആളാണ്. എന്നാൽ നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വളരെ ലൗഡായിട്ട് ചിരിക്കുന്നതും തമാശ പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതും ഇതൊക്കെ ഞങ്ങൾ ആസ് പ്രേക്ഷകർ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും അയച്ചേട്ടൻ്റെ മനസ്സിൽ വിനീതേട്ടനുള്ളൊരു സ്ഥാനം എന്താണ്? വളരെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഒരു സൗഹൃദത്തിൻ്റെ മുകളിൽ പോയി മലർവാടിക്ക് ശേഷം അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ മെൻറ്ററാണ്, ഗുരുവാണ്, എൻ്റെ പ്രൊവൈഡ് ചെയ്ത ആളാണ് ഒരു ജീവിതം. അതിൻ്റെ നമ്മൾ അങ്ങനെ ഒരു കടപ്പാടിൻ്റെ ഇത് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫോർ എവർ ഇൻ ഡെപ്റ്റ് നമ്മുടെ ലൈഫിൽ എന്ന് പറയില്ലേ, അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അസോസിയേറ്റ് ചെയ്ത് നല്ല വേഷങ്ങൾ തന്ന എല്ലാ സംവിധായകരോടും പ്രൊഡക്ഷനോടും റൈറ്റേഴ്സിനോടും നമുക്ക് ആ ഫീൽ തന്നെ ഫസ്റ്റ് തന്നാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഫസ്റ്റിന് എപ്പോഴും ഒരു മലർവാടി എപ്പോഴും ഫസ്റ്റ് സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. ഒരു സിനിമയുള്ളൂ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ എന്ന് തോന്നുന്നത്, അത് ഫസ്റ്റ് സിനിമയുള്ളൂ. ഫസ്റ്റിന് ശേഷമുള്ള ബാക്കിയല്ല. അത് ആ സ്ഥാനം വിനീതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പോകുമ്പോൾ കോൺഷ്യസ് ആവുന്നുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് അഭിനയിക്കുന്നത്, കുറേ നാൾക്ക് ശേഷമാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ വിനീതിനോട് അഭിനയിക്കുന്നത് ലവ് ആക്ഷൻ ഡ്രാമയോ ആയിരിക്കണം. ഞാൻ വിനീത് ഓൺ സ്ക്രീൻ, അതെ, സ്ക്രീൻ ഷെയർ ഡയറക്റ്റ് ചെയ്തപ്പോൾ വർഷങ്ങളുണ്ടായിരുന്നു, ഞാൻ അഭിനയിച്ചതേ അതായിരിക്കണം. അപ്പം പെട്ടെന്ന് ഒരു അത് ഇതുകൊണ്ടാണ് നമ്മളെ ഫസ്റ്റ് കണ്ട ആളല്ലേ. അപ്പോൾ അയാളിൽ നിന്ന് ഒരു നല്ല വരുമ്പോഴും നമുക്ക് സന്തോഷം കൂടുതലാണ്. പക്ഷേ ഐ മീൻ ക്രിറ്റിസിസം വന്നാലും നമുക്ക് വിനീതിന് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ അറിയാം നമ്മളെ. കാര്യം ഒന്നും അറിയാത്ത നമ്മൾക്ക് ABCD പറഞ്ഞ ആളല്ലേ സിനിമയുടെ. അത് ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ അയച്ചേട്ടൻ പറയണത് ശ്രദ്ധിച്ചു. എൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് പോയി ചാൻസ് ചോദിക്കണം എന്ന് പറഞ്ഞു. അതേ സമയത്ത് നിവിൻ്റെ അടുത്ത് പറഞ്ഞു ചൂസി ആയിട്ട് വേണം, വെയിറ്റ് ചെയ്യണം നല്ലത് വരുന്നവരെ എന്ന് പറഞ്ഞു. അത്രയും കൃത്യമായി ആർക്കാണ് എന്താണ് വേണ്ടത് എന്ന്. അത് ഒരു ഭയങ്കര ഭാഗ്യമാണ്, അങ്ങനെ ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത്. ഭയങ്കര ഭാഗ്യമാണ് അത്. വിനീത് ശ്രീനിവാസൻ കൊണ്ടുവന്ന ഇപ്പൊ പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, അന്ന് കൊണ്ടുവന്ന കുട്ടികൾ എന്നാണ് സുരേഷ് കുമാർ സാറും രഞ്ജിത്തേട്ടനും അങ്ങനെയുള്ള
സീനിയേഴ്സൊക്കെ മിക്കവരും മണിയമ്പിൾ രാജേട്ടൻ അങ്ങനെയുള്ളവരൊക്കെ കാണുന്ന സമയത്ത് വിനീതിൻ്റെ പിള്ളേരെന്ന് പറയുന്ന ആ അഡ്രസ്സ് ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഗുണം ചെയ്തതാണ്. അത് വളരെ വാല്യുബിൾ അഡ്രസ്സായിരുന്നു. ഇന്നും ഇന്നും നമുക്കത് ഇഷ്ടമാണ്. ഭഗത് ചേട്ടൻ ഇപ്പം ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പം പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനിലായപ്പോൾ എന്നെ എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സമയത്തും വന്നിട്ട് എന്നെ ഒന്ന് എന്താ പറയുക ചിയറപ്പ് ചെയ്യുകയും ചെയ്തിരുന്ന ആ സമയത്ത് പണിയില്ലാത്ത അവനും ഞാനും ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ കൂടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് അവൻ്റെ മദറിന് സുഖമില്ലാതായി. ആ സമയത്തേക്ക് നിവിനും വിനീതുമാണ് നമ്മളെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്തത്. അത് ഒരു വൺ കോൾ എനി ടൈം. അപ്പം വിനീതാണെങ്കിലും നിവിനാണെങ്കിലും പിന്നെ ഹരിയുടെയിലും എൻ്റെയിലും ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ളൊരു സ്പേസ് ഇല്ല. ആ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. പോസ്റ്റ് കോവിഡ് എസ്പെഷ്യലി ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിലേ അല്ല. അപ്പം ഭഗത്തിന് ഞാനാണ് വിളിച്ചത്, വിനീതിനെയും നിവിനെയും വിളിച്ച് അറിയിച്ചത്. ഈ സൗഹൃദങ്ങൾ എത്രത്തോളം ചെറിഷ് ചെയ്യുന്നുണ്ട്? വളരെ വളരെ സ്പെഷ്യലാണ്. അത് തന്നെയാണ് ഇപ്പം സൗഹൃദം എന്ന് പറയാൻ കാര്യം, സുഹൃത്തുക്കളിലൂടെ തന്നെ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം സിനിമ ഇല്ലെങ്കിൽ കൂടിയും ഈ സൗഹൃദങ്ങൾക്ക് വേറൊരു വാല്യൂ തന്നെയുണ്ട്. അത് അതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് വേറൊരു സ്പേസ് തന്നെയാണ്. അപ്പം അവരിൽ നിന്ന് നമ്മൾ സിനിമ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സുഹൃത്തുക്കളോട് ഞാനങ്ങനെ എനിക്ക് തോന്നുന്നു തമാശയ്ക്ക് വിനീതിനോട് ചോദിച്ചിട്ടേ ഇല്ല, മറ്റുള്ളവരുടെ സുഹൃത്തുക്കളോട് ഞാൻ അങ്ങനെ ചോദിക്കുന്ന കുറവ്. പക്ഷെ പുറമെയാണ് ഞാൻ പിന്നെയും ചോദിക്കുന്നത്. അവിടെ നമുക്ക് ആ ഒരു ഇതില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഒന്ന് സുഹൃത്തുക്കളോട് നമ്മൾ ചോദിക്കാത്ത പറഞ്ഞല്ല. ചിലപ്പോൾ അദ്ദേഹം ഇനിയും നമ്മൾ അവൻ്റെ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. തമാശക്കൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളൊരു ചാൻസ് ചോദിക്കുന്നത്